പ്രിയമുള്ളവരെ നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ ഫേസ്ബുക്ക് പേജ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പോയേക്കുന്ന ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പൂട്ടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണിത് പൂട്ടിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൃക്കാക്കരയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷമാണ് ഇങ്ങനൊരവസ്ഥ എനിക്കുണ്ടായത്. നോക്കൂ, കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായിട്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഭരിച്ചത് കോൺഗ്രസ്സാണ്. ഞാൻ ഈ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ കുടുംബം താമസിക്കുന്ന വാർഡിലെ കൗൺസിലർ ഇടതുപക്ഷത്തിൻ്റെയാണ്. അവരൊന്നും കാണാത്ത ഒരു കാഴ്ച അല്ല സത്യത്തിൽ ഇത്തരത്തിൽ നിരവധി മനുഷ്യരുടെ അവസ്ഥ. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലോ മറ്റോ രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ട് പോയ ഒരു 4 അംഗ കുടുംബം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത വാർത്ത. ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ മനുഷ്യർ നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ ഒന്നും നമ്മുടെ ഭരണകൂടം കാണാത്തതല്ല, കണ്ടതായി നടിക്കാത്തതാണ്. കാണാൻ ഇവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. നമ്മളെപ്പോലെ പല ആൾക്കാരും ചെയ്യാൻ കഴിയാവുന്ന പല സഹായങ്ങളും ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ തൃക്കാക്കര പോലൊരു മണ്ഡലത്തിൽ ഇനി മത്സരിക്കണമെന്നുള്ള ചിന്തയോ രാഷ്ട്രീയത്തിൽ തന്നെ തുടരണമെന്നുള്ള വലിയ ചിന്തകളോ ഒന്നുമില്ലാതെ എൻ്റേതായിട്ടുള്ള ഒരു സന്തോഷത്തിലേക്ക് ഒതുങ്ങി ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റൊന്നും കൊണ്ടല്ല, ഞാനൊരു ശക്തമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരള സർക്കാരിനോട് ചെയ്ത കാര്യങ്ങളിലുണ്ടായ അനീതികളായിരുന്നു എൻ്റെ കടുത്ത പ്രതിഷേധങ്ങൾക്കും കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം. അത്രയൊന്നും വലിയ വിരോധം എനിക്ക് കോൺഗ്രസ് പാർട്ടിയോടോ കോൺഗ്രസിലെ നയിക്കുന്ന പല നേതാക്കന്മാരോടോ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, എനിക്ക് വ്യക്തിപരമായി ഇവരിൽ പലരോടും വലിയ സ്നേഹവുമാണ്. അപ്പോൾ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലൂടെ അല്ലാതെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നിരവധി ചെയ്യാൻ നമുക്ക് കഴിയുമെന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളും കലാരംഗത്തെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ കൊടുത്തൊരു വാക്കായിരുന്നു തൃക്കാക്കരയിലെ ഈ കുടുംബത്തിന് വീട് വെച്ച് നൽകാമെന്നുള്ളത്. സ്വാഭാവികമായും എന്നെ സഹായിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനും സുരേഷ് ഗോപിയും തയ്യാറായതുകൊണ്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങി. വെറും 2 മാസം മാത്രമേ ഇതായിട്ടുള്ളൂ. ഈ 2 മാസവും മഴക്കാലമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ കുടുംബത്തിൻ്റെ വസ്തുവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിൽ ഈ സ്ത്രീകൾ അമ്മയുടെ പേരിലുള്ള ഈ പ്രോപ്പർട്ടി ഇതുവരെയും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ പൂർത്തിയായത്. 20,000 രൂപ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ നൽകി. അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം ഈ മഴ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ ഒരു വാടക വീട്ടിലോട്ട് മാറ്റി അവിടെ പണി തുടങ്ങുന്ന കാര്യം മാത്രം വെച്ചുകൊണ്ട്, അതിൻ്റെ ഇടയിലൂടെ പല ആൾക്കാരും എന്തിയെ വീട് വെച്ച് കൊടുക്കാറുണ്ട് എന്താ എന്ന് ചോദിക്കാറുണ്ട്. കാരണം വയനാട്ടിലെ വീട് എന്നാണ് പലരും ചോദിക്കുന്നത്. ഇവരെടുത്തൊരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യമാണ്. വയനാട്ടിൽ എനിക്കെന്നല്ല, കേരളത്തിൽ 100 കണക്കിന് വീടുകൾ വയനാട്ടിൽ പ്രഖ്യാപിച്ച ആർക്കും അവിടെ വീട് വെച്ച് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പിണറായി വിജയൻ സർക്കാർ തന്നെയാണെന്നും അവിടെ വീട് വെച്ച് കൊടുക്കണമെങ്കിൽ വസ്തു വേണം. ഒന്നുകിൽ വസ്തു സർക്കാർ വിട്ടു നൽകണം, അല്ലെങ്കിൽ അവിടുത്തെ കളക്ടറേറ്റ് ഇടപെട്ട് നമ്മളൊക്കെ അങ്ങനെ സഹായിക്കണം. ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഭൂമി വിട്ടു നൽകാൻ അവിടെ ഉള്ളവർ തയ്യാറാവണം. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് പോയ ഒരാൾക്ക് വയനാട്ടിൽ എവിടെയെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കാൻ പ്രാക്ടിക്കലി പറ്റില്ല. പകരം സർക്കാർ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞവരോടെല്ലാം തന്നെ 20 ലക്ഷം രൂപ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇതിൽ യൂസഫ് അലി സാഹിബ് ഉൾപ്പെടെ പലരും ഒരു വീടിന് 20 ലക്ഷം രൂപ വെച്ച് സർക്കാരിലേക്ക് അടയ്ക്കുകയാണ് ചെയ്തത്. ഇവരെല്ലാം വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞവരാണ്. അപ്പോൾ ഇതാണ് വയനാട്ടിലെ വീടുമായി ബന്ധപ്പെട്ട് കമന്റ് ഇടുന്നവർ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. 760 കോടി രൂപ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വയനാട്ടിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയെന്നുള്ള ഗിമ്മിക്ക് കാണിച്ച് അവിടെ ഇതുവരെയും ജനങ്ങൾക്ക് കയറിക്കിടക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കാത്ത കള്ളന്മാർ ജനങ്ങൾ തൂത്തെറിഞ്ഞ് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കയറിയേക്കുന്ന സർക്കാർ ആര് ചെയ്തെന്ന് എനിക്കറിയില്ല. ഈ സൈബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പോയേക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മെറ്റ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത്. വലിയ രാഷ്ട്രീയ വിമർശനങ്ങളോ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിലോ മറ്റു രീതികളിലോ ഒന്നും ഇടപെടാതെ എൻ്റേതായ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന ഈ നടപടി കേവലം ഒരു പൗരനെതിരെ നടത്തുന്ന വ്യക്തിപരമായിട്ടുള്ള ഒരു അറ്റാക്ക് കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഇപ്പം ഇതേ അവസ്ഥ ഉത്തർപ്രദേശിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഉത്തർപ്രദേശിൽ അലി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സിനിമാ സംവിധായകൻ, അല്ലെങ്കിൽ ഒരു കലാകാരൻ, അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ, അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൂട്ടിച്ചു എന്നൊരു വാർത്ത കേരളത്തിൽ വന്നാൽ ഏതെല്ലാം രീതിയിലായിരിക്കും ഫാസിസത്തിനെതിരെ നമ്മളൊരു ചർച്ച നടത്തുന്നതെന്ന് ആലോചിക്കൂ. ഞാൻ ഒരു വലതുപക്ഷ ഐഡിയോളജി പിന്തുടരുന്ന ഒരാളായതുകൊണ്ടോ ഉള്ളിൽ ഒരു കമ്മ്യൂണിസം സൂക്ഷിക്കുന്ന ഒരാളായതുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാപട്യങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരാളായതുകൊണ്ടും സത്യസന്ധമായ വിഷയങ്ങളിൽ സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളായതുകൊണ്ടും എന്നെ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ആളാക്കി പോർട്രേറ്റ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടും ഈ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അതായത് ഒരു കലാകാരനാണെന്നുള്ളൊരു ആനുകൂല്യം, അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ, ഈ ആനുകൂല്യങ്ങളെല്ലാം എനിക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ചിലർ പിന്തുടരുന്ന
ചില നയങ്ങൾ പിന്തുടരുന്ന ഒരാളല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ശരികൾക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് നാളിതുവരെ ഒരു മതത്തിനെതിരെയോ ഒരു മതവിദ്വേഷകരമായ ഒരു പ്രസ്താവനയോ ഞാൻ നാളിതുവരെയും നടത്തിയിട്ടില്ല. ഒരു ഇതര സമുദായക്കാരന് വിഷമമുണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും ഞാൻ നടത്തിയിട്ടില്ല. പക്ഷേ ചിലരെ സുഖിപ്പിക്കുന്ന വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആരുടെയും പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേട്ടത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ സുഖിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സ്വഭാവം എനിക്കില്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന എതിർപ്പുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് പൂട്ടിച്ചതിൻ്റെ കാരണം എന്താണെന്ന് പ്രിയപ്പെട്ട സൈബർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ആ പേജിലെ ഏത് കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എനിക്കെതിരെ ഈ പേജ് നിലനിൽക്കരുത് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തത്? ഒരു പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നാളിതുവരെ അവിടെ ഭരിച്ചിട്ടുള്ളവരെ പറ്റി ജനങ്ങൾ അറിയും, നാളിതുവരെ ഇവരെ തിരിഞ്ഞു നോക്കാത്തവരെ പറ്റി ജനങ്ങൾ അറിയും എന്ന ഭയമാണോ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒരു ഫേസ്ബുക്ക് പേജ് പൂട്ടിച്ചാൽ 1000 ഫേസ്ബുക്ക് പേജുകൾ ഉണ്ടാവും. ഒരു അഖിൽമാരാരുടെ വായടപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ 1000 അഖിൽമാരാരുണ്ടാവും. രണ്ടായാലും തെറ്റുകൾക്കെതിരെ പ്രതികരിക്കും. അല്ലാതെ അനാവശ്യമായി സർക്കാരിനെ വിമർശിക്കാനോ അനാവശ്യമായി രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.